പിമ്പിൾസ് മൂലം കഷ്ടപ്പെടുന്ന വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ടിപ്സ് ആണ് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. എഫക്റ്റീവ് സ്കിൻ കെയർ ടിപ്സ് ഫോർ ആക്നി ഫേസ്. ഹായ്, ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നമുക്കിനി നോക്കാം എന്തൊക്കെ പ്രിക്കോഷൻസിൽ കൂടി നമുക്ക് ഈ ആക്നിയെ കൺട്രോൾ ചെയ്യാനായിട്ടും മിനിമൈസ് ചെയ്യാനായിട്ടും അതിന്റെ പോസുകൾ മാറ്റാനായിട്ടും അതിന്റെ സ്പോട്ട് മാർക്കുകൾ മാറ്റാനായിട്ടും ഒക്കെയുള്ള ധാരാളം ടിപ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ്. അതിനു വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ജെന്റിൽ ഫേസ് ക്ലെൻസിങ്. അതായത് മൈൽഡ് ആയിട്ടുള്ള എന്നാൽ സൾഫർ ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വേണം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അതിനുവേണ്ടി സാലിസിലിക് ആസിഡിന്റെ കണ്ടന്റ് ഉള്ളതോ നിയാസിമൈഡിന്റെ കണ്ടന്റ് ആയിട്ടുള്ളതോ ഉള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽമിങ് ടോണേഴ്സ് യൂസ് ചെയ്യാം. അതായത് റോസ് വാട്ടറിന്റെ ടോണർ യൂസ് ചെയ്യാം, അതുപോലെ നിയാസിമൈഡ് ടോണേഴ്സും യൂസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറം അല്ലെങ്കിൽ സ്പോട്ട് ട്രീറ്റ്മെന്റ്. നിങ്ങൾ പലരും പലതരത്തിലുള്ള സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒന്നുകിൽ നിയാസിമൈഡ് കണ്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ സിറംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമുക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പോട്ട് മാർക്കുകൾ ഉണ്ടെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് T3 ഓയിലും നമുക്ക് ആ സ്പോട്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിനിമൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പിമ്പിൾസ് ഉള്ളവരൊക്കെ ഓയിൽ അധികമുള്ള ആൾക്കാരായിരിക്കും, മിക്കവാറും ഓയിൽ സ്കിന്നുകാരായിരിക്കും, അല്ലെങ്കിൽ ഓയിൽ ടെൻഡൻസി ഉള്ള സ്കിന്നായിരിക്കും. അപ്പൊ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം എത്രത്തോളം ആവശ്യകതയുണ്ടോ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമിന്. SPF ഭയങ്കരമായിട്ട് കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ SPF ഒരു 30 എബോവ് ആയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുമ്പോൾ പകൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് വലിയ കാര്യമുള്ളൂ. അതുകൊണ്ട് ഡേ ടൈമിൽ 2 or 3 തവണ നിങ്ങൾ ഉപയോഗിക്കുന്ന SPF-ന്റെ 30 ആണോ 50 ആണോ 100 ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത് 1 or 2 തവണ ചിലപ്പോൾ അത് ഡെയിലി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. SPF മറക്കാതെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ആക്നി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ 1 or 2 ദിവസം അല്ല, ഒരു 10 or 15 ദിവസം നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. അടുത്തത് പറയാനുള്ളത്, നമ്മൾ മേക്കപ്പോട് കൂടി നമ്മൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ പിമ്പിൾ ടെൻഡൻസി ഒക്കെ ഉള്ളവർ ഒരു കാരണവശാലും മേക്കപ്പ് പ്രോഡക്ട്സ് ഫേസിൽ വെച്ചിട്ട് നമ്മളൊരു ഉറങ്ങാൻ പാടില്ല. അത് നല്ല രീതി, ഇപ്പോൾ ഓയിൽ സ്കിന്നുകാരെ പിമ്പിൾസ് ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ ഫേസ് നന്നായി വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വേണം കിടന്നുറങ്ങാനായിട്ട്. പിമ്പിൾസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് ലൈഫ് സ്റ്റൈൽ ടിപ്സും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു 12-14 ഗ്ലാസോളം വെള്ളം കുടിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പില്ലോ കവർ വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടതും നല്ല രീതിയിൽ നീറ്റാക്കി നമ്മൾ സൂക്ഷിക്കേണ്ടതും. കാരണം നമ്മൾ മുഖം അമർത്തി കിടന്ന് ഉറങ്ങുമ്പോൾ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള പില്ലോ കവേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ടച്ച് ചെയ്യുക, പിഞ്ച് ചെയ്യുന്നൊക്കെ ഒരു സ്വഭാവം. അത് വേണ്ട. അതങ്ങനെ വെക്കുമ്പോൾ കൂടുതൽ കല്ലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കളർ ചേഞ്ച് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും അതിലേക്ക് അധികം ടച്ച് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ലോ ഷുഗർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അധികം ഓയിലുള്ള ഫുഡും അവോയ്ഡ് ചെയ്യുന്നത് ആക്നി കൺട്രോളിങ്ങിന് വളരെയധികം ഗുണം ചെയ്യും. ഇനി ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു 7-8 മണിക്കൂർ നേരം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിലീഫ് കിട്ടുന്നതാണ്. അപ്പോൾ ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു അക്കാഡമി കൂടെയാണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ നമ്മൾ നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ ലേഡീസിന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനായിട്ടും അവരുടെ കരിയർ രൂപപ്പെടുത്തിയെടുക്കാനും പറ്റുന്ന പലതരത്തിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പലതരം ക്ലാസ്സുകളും നമ്മളിവിടെ നടത്തപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക്
താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ആക്നി ഉള്ളവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്കിൻ കെയർ തന്നെയാണ് മുഖ്യം. അപ്പോൾ നമ്മൾ ആ നല്ല ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടെ ലഭിക്കുന്നതാണ്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.